ഇന്ത്യ ലോകത്തിലെ 4-1 സഹകരണ സംഘങ്ങളുടെ ആസ്ഥാനമാണ്. ഇവിടെ സഹകരണം രാജ്യത്തിന്റെ സമ്പൂർണ്ണ സമ്പദ് വ്യവസ്ഥയെ ശാക്തീകരിക്കുന്നു എന്നു മാത്രമല്ല, അത് ഗ്രാമീണ ഇന്ത്യയുടെ ശക്തമായ അടിത്തറ കൂടിയാണ്. തൊഴിൽ വളർച്ചയ്ക്കും സാമൂഹിക ശാക്തീകരണത്തിനുമൊപ്പം ആത്മനിർഭരതയെയും പ്രോത്സാഹിപ്പിക്കുന്നു. സഹകരണ മേഖലയെ ശക്തിപ്പെടുത്തുകയും സംഘടിപ്പിക്കുകയും ചെയ്യാനായാണ് പുതിയ സഹകരണ നയം 2025 തയ്യാറാക്കിയിരിക്കുന്നത്. ഈ നയം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ സഹകരണത്തിലൂടെ അഭിവൃദ്ധി എന്ന ദർശനത്തിന്റെയും ബഹുമാനപ്പെട്ട ആഭ്യന്തര സഹകരണ മന്ത്രി ശ്രീ അമിത് ഷായുടെ മാർഗദർശനത്തിന്റെയും പ്രതിഫലനമാണ്. 2002 അവസാന സഹകരണ നയം പുറത്തിറങ്ങിയത്. അന്നു തൊട്ട് ഇന്നുവരെ 21ാം നൂറ്റാണ്ടിലെ ദ്രുതഗതിയിലുള്ള ആഗോളവൽക്കരണവും സാങ്കേതിക പുരോഗതിയും ലോകത്തെ തന്നെ മാറ്റിമറിച്ചു. പുതിയ ദേശീയ സഹകരണ നയത്തിന്റെ ലക്ഷ്യം കർഷകർ, സ്ത്രീകൾ, ഗ്രാമവികസനം എന്നിവയെ കേന്ദ്രീകരിച്ച് സഹകരണ പ്രസ്ഥാനത്തെ പരിഷ്കരിക്കുന്നതിനൊപ്പം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ ഗണ്യമായ സംഭാവന നൽകാൻ സഹകരണ സംഘങ്ങളെ ശാക്തീകരിക്കുകയും സഹകരണാധിഷ്ഠിതമായി ഗ്രാമങ്ങളുടെ സമഗ്ര വളർച്ച പ്രോത്സാഹിപ്പിക്കുകയുമാണ്. साथियों, भारत अपनी फ्यूचर ग्रोथ में कोऑपरेटिव्स का बहुत बड़ा रोल देखता है. इसलिए बीते सालों में हमने कोऑपरेटिव से जुड़े पूरे इकोसिस्टम की और उसे ट्रांसफॉर्म करने का काम किया है. 2022 സെപ്റ്റംബർ 2 പുതിയ ദേശീയ സഹകരണ നയം തയ്യാറാക്കുന്നതിനായി മുൻ കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് പ്രഭാകർ പ്രഭുവിന്റെ അധ്യക്ഷതയിൽ 48 അംഗ ദേശീയതല സമിതി മന്ത്രാലയം രൂപീകരിച്ചു. ദേശീയ സംസ്ഥാന സഹകരണ സംഘങ്ങൾ, പ്രാഥമിക സഹകരണ സംഘങ്ങൾ, ഗ്രാമവികസനവും സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട കേന്ദ്ര മന്ത്രാലയങ്ങൾ, സംസ്ഥാന സർക്കാരുകളുടെ സഹകരണ വകുപ്പുകൾ, അക്കാദമിക് സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്നുള്ള പരിചയസമ്പന്നരായ അംഗങ്ങൾ കമ്മിറ്റിയിൽ ഉൾപ്പെട്ടിരുന്നു. പുതിയ ദേശീയ സഹകരണ നയം വിഭാവനം ചെയ്യുന്നത് 2047 ഇന്ത്യയെ ആത്മനിർഭരവും വികസിതവുമായ ഒരു രാഷ്ട്രമാക്കി മാറ്റുക എന്ന സാമൂഹിക ലക്ഷ്യത്തിലേക്ക് സംഭാവന നൽകുക എന്നതാണ്. സഹകരണ സ്ഥാപനങ്ങളെ സുതാര്യവും പ്രൊഫഷണലും സാങ്കേതികമായി സുശക്തവുമായ സാമ്പത്തിക യൂണിറ്റുകളാക്കി മാറ്റുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. 6 തന്ത്രപരമായ ദൗത്യസ്തംഭങ്ങൾക്ക് കീഴിലുള്ള 16 ലക്ഷ്യങ്ങൾ ഉൾപ്പെടുന്ന 83 സ്ട്രാറ്റജികളിലൂടെയാണ് പുതിയ ദേശീയ സഹകരണ നയത്തിന്റെ ലക്ഷ്യം കൈവരിക്കാൻ പോകുന്നത്. ആ 6 തന്ത്രപരമായ ദൗത്യസ്തംഭങ്ങൾ ഇനി പറയുന്നവയാണ്. സഹകരണ പ്രസ്ഥാനത്തിന് ശക്തമായ അടിത്തറ കെട്ടിപ്പടുക്കുക, ഊർജ്ജസ്വലവും ആത്മനിർഭരവുമായ ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുക, സഹകരണ സംഘങ്ങളെ പ്രൊഫഷണലും സുസ്ഥിരവുമായ സാമ്പത്തിക യൂണിറ്റുകളാക്കി മാറ്റുക, സഹകരണാധിഷ്ഠിതമായ സമഗ്ര വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുക, സഹകരണ സ്ഥാപനങ്ങളെ ഒരു ജനകീയ പ്രസ്ഥാനമായി വളർത്തുക, സഹകരണ സംഘങ്ങളെ പുതിയതും ഉയർന്നു വരുന്നതുമായ മേഖലകളിലേക്ക് കൂടി വികസിപ്പിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുക, യുവതലമുറയെ പ്രചോദിപ്പിക്കുകയും അവർക്ക് കോഓപ്പറേറ്റീവ് ഓറിയന്റഡ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് നൽകിക്കൊണ്ട് ഗ്രാമീണ സഹകരണ അന്തരീക്ഷവുമായുള്ള ബന്ധം വികസിപ്പിക്കുകയും ചെയ്യുക. പുതിയ നയത്തിന്റെ ഫലപ്രദമായ നടത്തിപ്പും നിരീക്ഷണവും 2 രീതികളിലൂടെയായിരിക്കും നടത്തുക. ഒന്നാമതായി ദേശീയ സഹകരണ നയ സ്റ്റിയറിംഗ് കമ്മിറ്റി. ഇതിന്റെ അധ്യക്ഷത കേന്ദ്ര സഹകരണ മന്ത്രിക്കായിരിക്കും. ഈ കമ്മിറ്റി മൊത്തത്തിലുള്ള മാർഗനിർദ്ദേശം നൽകുകയും അന്തർ മന്ത്രാലയ ഏകോപനം ഉറപ്പാക്കുകയും ചെയ്യും. രണ്ടാമതായി നയനിർവഹണ നിരീക്ഷണ സമിതി. ഇതിന്റെ അധ്യക്ഷത കേന്ദ്ര സഹകരണ സെക്രട്ടറിക്കായിരിക്കും. ഈ സമിതി കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ ഏകോപനം സാധ്യമാക്കും. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ സഹകരണ മേഖലയുടെ സംഭാവന 3 ഇരട്ടിയായി വർദ്ധിപ്പിക്കുക എന്നതാണ് പുതിയ ദേശീയ സഹകരണ നയത്തിന്റെ ലക്ഷ്യം. ഈ നയത്തിന് കീഴിൽ 50 കോടി ജനങ്ങളെ സഹകരണ സംഘങ്ങളുമായി ബന്ധിപ്പിക്കുക, സഹകരണ സംഘങ്ങളുടെ എണ്ണം 30% വർദ്ധിപ്പിക്കുക, സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട അംഗങ്ങളുടെ എണ്ണം 2.5 മടങ്ങ് വർദ്ധിപ്പിക്കുക, സഹകരണ തത്വങ്ങളിലും മൂല്യങ്ങളിലും അധിഷ്ഠിതമായ അംഗങ്ങളുടെ വിദ്യാഭ്യാസം സമയബന്ധിതമായും സാർവത്രികമായും നടത്തുക, യുവാക്കൾ, സ്ത്രീകൾ, ദുർബല വിഭാഗങ്ങൾ എന്നിവരുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുക എന്നീ പ്രതിജ്ഞയെടുത്തു കഴിഞ്ഞു. പുതിയ ദേശീയ സഹകരണ നയം 2025 ഗ്രാമീണ ഇന്ത്യയിൽ തൊഴിലവസരങ്ങളും ഉപജീവന അവസരങ്ങളും സൃഷ്ടിക്കുക, അംഗങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുക, ഓരോ പഞ്ചായത്തിലും ഒരു മൾട്ടി പർപ്പസ് പ്രാഥമിക സഹകരണ സംഘവും ഓരോ ജില്ലയിലും കുറഞ്ഞത് ഒരു മാതൃകാ സഹകരണ ഗ്രാമവും സ്ഥാപിക്കുക എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നു.
സഹകരണ മനോഭാവത്താൽ പ്രചോദിതമായ ഈ യാത്ര സഹകരണ സംഘങ്ങളെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുക മാത്രമല്ല, ഓരോ പ്രദേശത്തിന്റെയും, ഓരോ ഗ്രാമത്തിന്റെയും, ഓരോ വ്യക്തിയുടെയും സമ്പൂർണ്ണ വികസനത്തിനു കൂടി വഴിയൊരുക്കും. സഹകരണത്തിലൂടെ സമൃദ്ധി, രാഷ്ട്ര വികസനത്തിൽ അഭിവൃദ്ധി.